ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗൗതം. ഞാൻ ഇന്ന് ഓണക്കാലത്ത് എല്ലാ വീടുകളിലും സാധാരണയായി ഉണ്ടാക്കാറുള്ളതും ഏറ്റവും ചെറിയതും ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും. രസമാണ് ഉണ്ടാക്കുന്നത്. രസത്തിനായി നമ്മൾ ആദ്യം തന്നെ എടുത്തു വെക്കേണ്ടതെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കുരുമുളകാണ് എടുക്കേണ്ടത്. ഞാനിന്നിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, 1/2 ടീസ്പൂൺ കായം കട്ടയായും കായം പൊടിയായും എടുക്കാം. രണ്ടിനും നല്ല സ്വാദാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതെടുത്ത് വെച്ചതിന്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കൂടെ 2 വറ്റൽ മുളകും ഒരു ചെറിയ തക്കാളിയും വേണം. ഇതിലെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി തൊലി ഉരിഞ്ഞു വേണം നമ്മൾക്ക് രസത്തിലിടാൻ വേണ്ടി. അതിനായി ചൂടുവെള്ളത്തിൽ ഈ തക്കാളി ഇട്ട് തക്കാളിയുടെ തൊലി വേഗം കിട്ടാൻ വേണ്ടി അതിന്റെ അടിയിൽ ഭാഗത്ത് ഇങ്ങനെ കീറുകൾ ഇട്ട് കൊടുക്കാം. ഈ കീറുവിട്ട തക്കാളി കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങാത്ത വിധത്തിൽ വെക്കുക. അതൊരു മൂടി കൊണ്ട് പൊത്തി വെക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വെളുത്തുള്ളി ഒഴികെ ബാക്കി എല്ലാ പൊടിയും ജീരകവും കായപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇത് തക്കാളികളെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. രസം പൊടി റെഡി ആയിട്ടുണ്ട്. തക്കാളി നിലത്തി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ തക്കാളിയിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. മൂന്ന് കപ്പ് വെള്ളമാണ് നമ്മൾ രസം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. അതിൽ 1/4 കപ്പ് തന്നെ പുളി കുതിർക്കാൻ ഉപയോഗിച്ചു. ഇനി ബാക്കിയുള്ള വെള്ളം പുളിയിലേക്ക് കുറച്ചുകൂടി ഒഴിച്ച് ഒന്നുകൂടി പിഴിഞ്ഞ് ചേർക്കുക. ഇനി നമ്മൾ ഇപ്പോൾ രസം പൊടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല, ആ രസം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊഴിച്ച് അതിലുള്ള പൊടി ഒന്ന് കലക്കിയെടുത്ത് ഒഴിക്കാം. ഇനി ഇപ്പോൾ എടുത്തു വെച്ച 3 അല്ലി വെളുത്തുള്ളി നിലച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇടുക. കടുക് മുഴുവനായും പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ എടുത്തു വെച്ച വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സാക്കണം. തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് രസം ഉണ്ടാക്കാൻ ഇട്ട് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്തതിനു ശേഷം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം. ഒരു നുള്ളു ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അത് നന്നായി ഇളക്കി കൊടുക്കാം. തിള വരേണ്ട ആവശ്യമില്ല. ചെറിയൊരു തിള വരുമ്പോൾ മാത്രം തന്നെ നമുക്ക് വാങ്ങി വെക്കാം. നമ്മുടെ രസം ഇവിടെ റെഡിയായി വരികയാണ്. സൈഡുകളിലെല്ലാം തിള വരുന്നുണ്ട്. ചെറുതായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമാണ് രസം തയ്യാറാക്കി വയ്ക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രസം ഇതിലധികവും ഉണ്ടാക്കാം. നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. രസം റെഡി ആയിട്ടുണ്ട്.